ശൂനോയ സംഗമത്തിൽ നാം പങ്കെടുക്കുകയാണ്. ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് നാം അടുത്തു വരികയാണ്. ഈ വാങ്ങിപ്പ് പെരുന്നാൾ നമ്മുടെ ദേവാലയത്തിലെ പ്രധാന പെരുന്നാളാണ്. അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം എല്ലാവരും നോമ്പ് നോറ്റ് പ്രാർത്ഥനാപൂർവം ഈ പെരുന്നാൾ കൊണ്ടാടുവാൻ തക്കതിൻവണ്ണം അടുത്തു വരികയാണ്. ഇന്ന് ഈ ഭവനത്തിൽ നമുക്ക് ഈ ശൂനോയ സംഗമം നടക്കുവാൻ തക്കവണ്ണം ഇത് ഒരുക്കി തന്ന ബിജുവിനോട് കുടുംബത്തോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ആദരണീയരായ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട MC ജോളിയച്ഛൻ, ബഹുമാനപ്പെട്ട VM എബ്രാമച്ചൻ, ഞാൻ പുത്രതുല്യം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സിജുബച്ചൻ, പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമേ, അനുഗ്രഹകരമായ ഒരു സന്ധ്യാ നമസ്കാരവും തുടർന്ന് മനോഹരമായ ഗാന ശുശ്രൂഷയും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നമ്മളെ പ്രാർത്ഥിക്കാം. നമുക്കൊരു പാട്ട് പാടാം. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ ശൂനോയ നോമ്പും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രാർത്ഥനകളും അതിൻ്റെ ശുശ്രൂഷകളും ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായിട്ട് തീരണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിലും പ്രയാസത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസം നൽകണം. അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഓരോ കർമ്മങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് നമ്മൾ മുറ്റിപ്പായിട്ട് അപേക്ഷിക്കുന്നു. അമ്മയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന കൃപയുടെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് ശരണപ്പെടുവാനും പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഈ ശൂനോയ നോയമ്പ്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പത്താമൂടും സെന്റ് മേരീസ് ചാപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ അല്ലെങ്കിൽ ചാപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കന്യാമറിയാമിന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ നിന്നും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് അനേക കൃപകൾ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശത്തിന് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ഭവനത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അറിയാം, നമ്മുടെ എല്ലാം അമ്മ തന്നെയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ നല്ല ആവശ്യങ്ങളും നല്ല നല്ല ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അമ്മയെ കൂടെ ദൈവത്തിന്റെ തിരുമുൻപാകെ സമർപ്പിച്ചാൽ ദൈവം തമ്പുരാനത് കേൾക്കും, ദൈവം തമ്പുരാനത് ഉത്തരം നൽകും എന്ന് നമ്മുടെ അനുഭവത്തിൽ കൂടെ അറിഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും മക്കളുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും, അമ്മയുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ഒക്കെ മനസ്സിലാക്കുവാൻ പലപ്പോഴും മക്കൾക്ക് സാധിച്ചെന്ന് വരികയില്ല. ഒരു പരിധി വരെ മക്കളും മറ്റും അമ്മയെ അംഗീകരിക്കുവാനായിട്ടും ലോകപ്രകാരം തയ്യാറാകുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ നിർവികാരിയായി നിന്നുകൊണ്ട് ആരോടും പരിഭവമൊന്നും കാണിക്കാതെ ഒതുങ്ങുകയാണ് സാധാരണ നല്ല കുടുംബിനികളെ അമ്മമാരൊക്കെ ചെയ്യുന്ന നമുക്കറിയാം.
മറിയാമിന്റെ കാര്യത്തിലും ഇങ്ങനെയുള്ള അനേകം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ യേശുക്രിസ്തുവിന്റെ മരണം വരെ മാതാവ് അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയെന്ന് നമുക്കറിയാം. അതുമായിട്ട് തടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ വളരെ നിസ്സാരമാണ്. സ്വന്തം പുത്രൻ ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൂടുതൽ വിനയാന്വതിയായി തീർന്ന് യേശുവിന്റെ പ്രവർത്തനത്തിൽ ഭാഗമാക്കുകയും പങ്കാളിയാകുകയും ചെയ്തുകൊണ്ട് യേശുവിന്റെ പ്രവർത്തനത്തിന് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ തന്നാൻ കഴിയാവുന്നത് ചെയ്തുകൊണ്ട് അമ്മ യേശുവിനെ അനുഗമിക്കുകയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. അതാണ് കന്യകമറിയാം അമ്മയുടെ മഹത്വം. അമ്മമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പണ്ടൊരു കഥ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. വളരെ പണ്ട് നടന്നൊരു സംഭവമാണ്. ഒരു നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു. നാട്ടിലെ അവരുടെ പ്രായമായവരെയൊക്കെ ഉപേക്ഷിക്കുക. അതായത് ഉപയോഗമില്ലാത്ത അപ്പനെയും അമ്മയും കാറ്റിനുള്ളിൽ തള്ളുക. നമുക്കറിയാം, ഇന്ന് പല ഭവനങ്ങളിലും ഉപയോഗമില്ലാത്ത അപ്പനും അമ്മയൊക്കെ കാട്ടിൽ അല്ലെങ്കിൽ കാട്ടിന്റെ അനുഭവത്തിൽ പലപ്പോഴും കഴിഞ്ഞുകൂടുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിന് പ്രകാരം പലരും അങ്ങനെ ചെയ്തു. ഒരു ചെറുപ്പക്കാരൻ തന്റെ അമ്മയെ കൂടി ഉപേക്ഷിക്കുവാനായിട്ട് കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. വള്ളിച്ചെടികളൊക്കെ വകഞ്ഞു മാറ്റി വളരെ ധൃതിയിലാണ് യാത്ര. വൃത്തിയായ അമ്മയ്ക്ക് മകന്റെ ഒപ്പം എത്താൻ സാധിക്കുന്നില്ല. കുറെ കഴിഞ്ഞ് മകൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂരെ നിന്ന് കിതയ്ക്കുന്ന അമ്മയാണ് കണ്ടത്. മകൻ ശാസിച്ചു, എനിക്ക് തിരികെ പട്ടണത്തിലേക്ക് പോരേണ്ടതാണ്, വേഗം ഒന്ന് നടന്നേ എന്ന് അമ്മയോട് പറഞ്ഞു. അത് കേൾക്കാത്ത വീട്ടിൽ ആ അമ്മ വഴിയിലേക്ക് കുനിഞ്ഞ് എന്തൊക്കെയോ നുള്ളിപ്പൊറുക്കി ദൂരത്തേക്ക് മാറ്റി. വീണ്ടും മകൻ അമ്മയോട് കയർത്തു. ഇത്തവണ ആ അമ്മ തന്റെ മുഖം ഉയർത്തി മകന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വാത്സല്യത്തിന്റെ ഒരു ഭാവം ആ മുഖത്തെ നിഴലിച്ചിരുന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്കറിയാം നിനക്ക് ഏറെ തിരക്കുണ്ടെന്ന്. എന്റെ നാട്ടിനുള്ളിൽ എത്തിച്ച ശേഷം നീ പട്ടണത്തിലേക്ക് വേഗം മടങ്ങിപ്പോകും. അപ്പോൾ നിന്റെ പാദങ്ങളെ മുറിവേൽക്കാതിരിക്കുന്നതിന് ഈ നിലത്തിലെ മുള്ളുകളും കല്ലുകളും ഞാൻ എടുത്തു കളയുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ഒരു അമ്മയുടെ മുഖം. നമ്മളെ വെച്ചു വളർത്തി നമ്മളെ പോറ്റിയിട്ടുള്ള അമ്മയുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖം, ആർദ്രതയുള്ള ഒരു മുഖമാണ് ഈ കഥയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കന്യകമറിയാം അമ്മയുടെ മുഖം ദീപ്തമാണ്. അമ്മയുടെ മുഖം ആർദ്രതയുള്ള മുഖമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് വിലയുള്ളതായിട്ട് കരുതാം. അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും നമുക്ക് സമർപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഈ ശൂന്യോയോ സംഗമം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആമുഖമായിട്ട് ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഓഗസ്റ്റ് 6 നമുക്കറിയാം. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. മറുരൂപ പെരുന്നാള് അല്ലെങ്കിൽ കൂടാരം പെരുന്നാളായിട്ട് സഭ ആചരിക്കുന്ന ഒരു സുപ്രധാന ദിവസമാണ്. ആനയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ആന അതിന്റെ മതം കൊണ്ടാണ് ശോഭിക്കുന്നത്. ആകാശങ്ങൾ മഴമേഘം കൊണ്ട് ശോഭിക്കും. രാത്രി പൂർണ്ണചന്ദ്രനെ കൊണ്ടും സ്ത്രീ അതിന്റെ സൗശീല്യം കൊണ്ടുമാണ് ശോഭിക്കുന്നത്. കുതിരയാണെങ്കിൽ അതിന്റെ വേഗം കൊണ്ടും ഭാഷ തെറ്റുവരുത്താതെ ഉച്ചരിക്കുന്നതിനാലും നദി ഹംസ മിഥുനങ്ങളാലും ശോഭിക്കും. സമാധാന പണ്ഡിതന്മാരാലും വംശം സൽപുത്രന്മാരും ഭൂമി നല്ല ഭരണകർത്താവിനാലും ത്രിലോകങ്ങൾ സൂര്യനാലുമാണ് ശോഭിക്കുന്നത്. ഓഗസ്റ്റ് 6 എന്ന് പറയുന്നത് മറുരൂപ പെരുന്നാള് എന്ന് പറയുന്നത് ഇന്ന് പ്രകാശത്തിന്റെ ദിനമാണ്. പ്രിയപ്പെട്ടവർ, 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്തെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തിയ ഒരു പ്രകാശത്തിന്റെ ദിനമാണ് ഇന്ന്. അതായത് നസ്രായനായ യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച ഒരു ദിനമാണ്. അവന്റെ വസ്ത്രം തൂവെള്ള പോലെ പ്രശോഭിച്ച സന്ദർഭമാണ്. ഒരലക്ക് കാരണം വെളുപ്പിക്കാൻ കഴിവില്ലാത്തതുപോലെ വസ്ത്രം തൂവെണ്ണയായി തീർന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയും ഇന്ന് നമ്മുടെ വിശുദ്ധ എവങ്കേലിയയിൽ കൂടെ വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയും
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു മഹത്തായ സംഭവമാണ് ഈ മറുരൂപ പെരുന്നാൾ. യേശു ക്രിസ്തു തന്റെ ശിഷ്യഗണത്തിൽപ്പെട്ടിരുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് മലയിൽ കയറിയ സംഭവം. ഇവിടെ ഇത് അദ്ദേഹം തമ്പുരാന്റെ തേജസ്കരിക്കപ്പെട്ട രൂപം കാണുവാനായിട്ട് ഈ 3 ശിഷ്യന്മാർക്കും ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. തീർന്നില്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞ മോശയും എലിയാവും നമ്മുടെ കർത്താവിനോട് മുഖാമുഖം സംസാരിക്കുന്ന സാക്ഷ്യം വഹിക്കുവാനും ഇവർക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആന അതിന്റെ മതം കൊണ്ട് ശോഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതുപോലെ, രാത്രി പൂർണ്ണചന്ദ്രനെ കൊണ്ട് ശോഭിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എനിക്കും നിങ്ങൾക്കും ശോഭിക്കുവാനോ തേജസ്കരിക്കപ്പെട്ടവനായ ദൈവത്തെ കണ്ട് സായുജ്യമടയുവാനോ ഇത്രയും വർഷക്കാലം നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒന്നും ശുഭമാകുന്നില്ല എന്നൊരു പരാതിയാണ് നമുക്ക് പലപ്പോഴും. എവിടെയും അശാന്തിയുടെയും അക്രമത്തിന്റെയും നിഴൽ പരന്നിരിക്കുകയാണ്. അന്ന് താമസപ്പെട്ട് പലരും ഇന്ന് വിലയേറിയ അവരുടെ ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇരുട്ടിന്റെ മറവിൽ സ്വന്തം അമ്മയോ സ്വന്തം സഹോദരിയോ തിരിച്ചറിയാൻ പാടില്ലാത്ത കാപാലികന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 9 മാസം ഉദരത്തിൽ വഹിച്ച് നൊന്തു വെച്ച അമ്മ ആ കുഞ്ഞിനെ അനുഭവപ്പെടാതെ വഴിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം. കുഞ്ഞുങ്ങളെ ഇരുമ്പ് തണ്ടുകൊണ്ട് ദണ്ഡിപ്പിക്കുക, തിളച്ച എണ്ണയിലും വെള്ളത്തിലും ഇന്ന് പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതുവരെ കേരളത്തെ കുറിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ആത്മഹത്യാ നിരക്കിലും മദ്യപാനത്തിനും ആയിരുന്നു മുൻപന്തിയിൽ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് തട്ടിപ്പിനും സ്ത്രീ പീഡനത്തിനും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ ഈ കൊച്ചു കേരളം എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമനസിനെ KCC കേരള കൗൺസിൽ ഓഫ് ക്രിസ്ത്യൻ ചർച്ചസിന്റെ പുതുപ്പള്ളി സോണിന്റെ ആഭിമുഖ്യത്തില് ഞങ്ങൾ സ്വീകരണം കൊടുത്തു. 60 വയസ്സുമായി അഭിനയ തിരുമനസുകൊണ്ട് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വന്ന് 95 വയസ്സ് കഴിഞ്ഞ് 96ലേക്ക് പ്രവേശിക്കുക. അദ്ദേഹത്തിന്റെ സ്വീകരണം കൊടുത്ത സന്ദർഭത്തില് അദ്ദേഹം മറുപടി പ്രസംഗം പറഞ്ഞ സന്ദർഭത്തില് ഞാൻ അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഇന്നത്തെ നമ്മുടെ ഈ കേരളത്തിലെ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തില് അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ചെറുപ്പക്കാരത്തി ചെന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനിയുടെ ഫോണില് ഇന്ന ഒരു ബാങ്കിന്റെ ഒരു പ്രൈവറ്റ് ബാങ്ക് ആ ചെയർമാനെ ഒന്ന് വിളിക്കണം, എനിക്ക് ഒരു ജോലിക്ക് ഒന്ന് ശുപാർശ ചെയ്യണമെന്ന്. അപ്പൊ തിരുമേനി സ്വതവേ തമാശക്കാരനാണല്ലോ. അപ്പൊ തിരുമേനി ചോദിച്ചു, എടി കൊച്ച നീ പത്രം നീ അടുത്ത കാലത്ത് വായിക്കുന്നില്ലേ ചോദിച്ചു. അതെന്നാന്ന് ചോദിച്ചു. എങ്കിൽ എന്റെ ഫോണിൽ ഞാന് വേറൊരാളെ വിളിച്ചോ അല്ലെങ്കിൽ നീ പറഞ്ഞിട്ട് വിളിച്ചാല് നാളെ വല്ല പ്രശ്നം ഉണ്ടായാല് ഞാൻ ഇതിന് സമാധാനം പറയണ്ടേ. ഇന്നത്തെ കേരളത്തില് സരിത വിളിച്ചു എന്നും പറഞ്ഞ് എത്രയോ പേരുടെ പേരുകളില് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വിളിക്കുന്ന പ്രശ്നമില്ല തിരുമേനി പറഞ്ഞു. എന്നാലും അങ്ങനെയല്ല, തിരുമേനി എന്നെ സഹായിക്കണം, ഒരു ജോലിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും തിരുമേനി പറഞ്ഞത് തിരുമേനിയുടെ ഫോണിൽ നിന്ന് വിളിച്ചില്ല, മറ്റൊരു ഫോണിൽ നിന്ന് വിളിച്ച് ശുപാർശ ചെയ്തു എന്ന് ഭംഗി തിരയണ പറയുകയുണ്ടായി. കാരണം ഇന്നത്തെ സമൂഹത്തിലെ ആരെയും വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി തിരുമേനി പറഞ്ഞതാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പല ഭവനങ്ങളും വാസ്തവത്തിൽ വെളിച്ചം അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചം അണഞ്ഞ വിളക്കുകൾ പോലെ ഇന്ന് പല ഭവനങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. വഴിവിളക്കിന്റെ അരികിൽ ദീർഘനേരമായിട്ട് ഒരു മനുഷ്യൻ എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വഴിപോക്കം ചോദിച്ചു, അങ്ങ് എന്താണ് ഇത്ര കാര്യമായിട്ട് അന്വേഷിക്കുന്നത്? വിലപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താക്കോൽ നഷ്ടപ്പെട്ടത് അന്വേഷിക്കുകയാണെന്ന്.
അപ്പോൾ വഴിപോക്കൻ ചോദിച്ചു, ഇത്രയും നേരമായിട്ടും താക്കോൽ കിട്ടിയില്ലേ? ഇവിടെ തന്നെയാണോ താക്കോൽ നഷ്ടപ്പെട്ടത്, അതോ മറ്റു വല്ലയിടത്തുമാണോ എന്ന് ചോദിച്ചു. അപ്പൊ വൃദ്ധൻ മറുപടി പറഞ്ഞു, വാസ്തവത്തിൽ താക്കോൽ നഷ്ടപ്പെട്ടത് വീട്ടിലെ മുറിയിലാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ വഴിപോക്കൻ അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെ എന്താണ് ഇവിടെ അന്വേഷിക്കുന്നത്? ഇവിടെയാണ് അല്പം വെളിച്ചമുള്ളത്. ഇതൊന്നും എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ന് പലർക്കും സന്തോഷത്തിന്റെ താക്കോലുകൾ നഷ്ടമാകുന്ന സ്വന്തം ഭവനങ്ങളിലാണ്. ഇന്ന് സ്വന്തം ഭവനങ്ങളിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു അനുഭവമില്ലാതെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഭവനങ്ങളിലെ സന്തോഷങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചം അണഞ്ഞുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളുടെ സംഖ്യ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. പ്രകാശപൂരിതമാകേണ്ട പല ഭവനങ്ങളും അന്ധകാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും അതുപോലെ തന്നെ നിശാ ക്ലബുകളിലും ഒക്കെ സന്തോഷത്തിന്റെ താക്കോലുകൾ അന്വേഷിച്ച് ഇന്ന് പലരും ഓടിപ്പോവുകയാണ്. ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു സംസ്കാരമാണ് ക്ലബ് സംസ്കാരം. ഈ ക്ലബ് സംസ്കാരം പലരെയും മദ്യപാനം നടത്തിയിട്ടില്ലാത്ത പലരെയും മദ്യപാനത്തിലേക്ക് വഴിതെറ്റിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഭവനങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ഭവനങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഭവനങ്ങളെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് സൗകര്യമുണ്ട്, മനുഷ്യന് സമ്പത്തുണ്ട്, മനുഷ്യന് ജീവിക്കാൻ മറ്റുള്ള സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോൾ എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഇന്ന് നമ്മളെ പലപ്പോഴും തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോവുകയല്ലേ പ്രിയപ്പെട്ടവര്? ഇങ്ങനെ വികലമായ പല ജീവിത രീതികളും ശൈലികളും അവലംബിക്കുന്നതിനാൽ മനുഷ്യ ജീവിതം യഥാർത്ഥ പ്രകാശത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിക്കടി അവന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഭ്രാന്തനെ പോലെ വിളിച്ചു പോകും, എനിക്ക് യോഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. പലപ്പോഴും ചിലര് തെറ്റാണ് അബദ്ധങ്ങളൊക്കെ പറ്റി കഴിയുമ്പോൾ പറയും, എനിക്ക് യോഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ ചേർച്ചയാണ് യോഗം എന്ന് പറയുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു മഹായോഗത്തിന്റെ തെളിമയാർന്ന ചിത്രത്തെ കുറിച്ചാണ്. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ചയാണ്. ഈ രാത്രിയിൽ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് പകൽ നമ്മൾ അനുസ്മരിച്ച സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് താമരമലയിൽ നടന്ന ആ ഒരു വലിയ മഹായോഗത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുവചനം ഘോഷിക്കുന്നു, യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവരോട് സംസാരിച്ചു, മോശയും ഏലിയാവും. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. 2 പുരുഷന്മാർ അവരോട് സംസാരിച്ചു, മോശയും ഏലിയാവും. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. എന്താണ് നാം ഇവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ? മലയിൽ കയറി പ്രാർത്ഥിച്ചവനായി യേശു തമ്പുരാൻ ജ്വലിച്ച് പ്രകാശിക്കുന്നു. അവനോട് ചേർന്ന് നിന്ന മോശയും ഏലിയായും തേജസ്കരിക്കപ്പെട്ടു നിൽക്കുന്നു. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്! മലയിലേക്ക് കയറിയിരിക്കുന്ന യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുമ്പോൾ ജ്വലിച്ച് പ്രകാശിക്കുന്നു. അവനോട് ചേർന്നിരിക്കുന്ന മുന്നമേ കാലത്തിന് മുമ്പ് തന്നെ, ദീർഘകാലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ട മോശയും ഏലിയാവും തേജസ്കരിക്കപ്പെട്ടവനായിട്ട് യേശു തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നു. ഒപ്പം നിൽക്കുന്നവരെ, ഒപ്പം ചേർന്ന് നിൽക്കുന്നവരെ ജ്വലിപ്പിക്കുന്നവനായ ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഈ രാത്രി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ, നസ്രായനായ യേശു ക്രിസ്തു തന്നോടൊപ്പം ചേരുന്നവനെ ജ്വലിപ്പിക്കുന്നവനായ ഒരു ക്രിസ്തുവാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു യേശുവിലാണ് ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന മറന്നു പോകരുത്. പക്ഷെ ആ പ്രഭയിലെ, ആ ഉജ്ജ്വല പ്രഭയിൽ പലപ്പോഴും നാം എത്തിച്ചേരുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവര്? കാരണം നാം പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് കയറുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളും ഉയരത്തിലേക്ക് എത്തുന്നില്ല. രഹസ്യ പ്രാർത്ഥനകൾ നമുക്ക് കുറവാണ്. ഹൃദയം നുറുങ്ങി നാം പ്രാർത്ഥിക്കുന്നില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന കാര്യം പലപ്പോഴും നാം വിസ്മരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. പലപ്പോഴും പ്രാർത്ഥനയാകുന്ന ഔഷധം നമ്മൾ
പാനം ചെയ്യുന്നില്ല. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ തിരിഞ്ഞു നോക്കിക്കോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വരുന്ന കുറവാണ്. യേശു തമ്പുരാൻ പൂർണ്ണ മനുഷ്യന് ദൈവമായിരുന്നുവെങ്കിലും യേശു തമ്പുരാൻ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിപ്പാനായിട്ട് വേറിട്ട് പോയിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സന്ധ്യാസമയത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഭവനങ്ങളായി. നമ്മുടെ പിതാക്കന്മാര് ഒന്നുമില്ലാതിരുന്നവര്, വലിയ സമ്പത്തൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തില് സന്ധ്യയുടെ സമയത്ത് അവരുടെ ഭവനങ്ങളിലേക്ക് വന്നാൽ അവരുടെ പ്രധാനപ്പെട്ട ജോലി കാലും കൈയും കഴുകി വൃത്തിയാക്കി വന്ന് ഒരു പായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇതെത്ര ഭവനങ്ങളിലാണ് പ്രാർത്ഥനയുടേതായിട്ടുള്ള അനുഭവങ്ങൾ കുറഞ്ഞു വരുന്നത്. പ്രാർത്ഥനയുടേതായിട്ടുള്ള അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കുറഞ്ഞു വരുമ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല, തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുന്നു, വേറിട്ട് പ്രാർത്ഥിക്കുന്നു, മലയിൽ കയറി പ്രാർത്ഥിക്കുന്നു, ജ്വലിച്ചു പ്രകാശിക്കുന്ന മുഖത്തെപ്പോൾ യേശു തമ്പുരാൻ ശോഭിക്കുന്നു. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കുറവുകൾ പ്രാർത്ഥനയുടെ കുറവാണ്. പലർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്ന സന്ദർഭങ്ങളില് വളരെ ബുദ്ധിമുട്ടുകളാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല, ഒരു നിശ്ചിത സമയം നമുക്കില്ല. നമ്മൾ വേറിട്ട് പ്രാർത്ഥിക്കുവാനോ കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനോ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്തുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആ തേജസ്കരിക്കപ്പെട്ട പ്രകാശമാണ് നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓർക്കണം. യേശു ക്രിസ്തുവിന്റെ ഈ ജ്വലന പ്രഭയിൽ നാം എത്തിച്ചേരുമ്പോൾ നമുക്ക് എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ക്രിസ്തുവിന്റെ ജ്വലനപ്രഭയിൽ നിന്നുള്ള ശോഭയിൽ പ്രകാശിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിന്റെ ആ പ്രകാശ ധാരണയിൽ നിന്ന് പ്രകാശം ഇരുട്ടിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ തീർച്ചയായിട്ടും പ്രകാശിപ്പിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ ജ്വലിപ്പിക്കുക, അവരെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണെന്ന് നമ്മൾ ഓർക്കണം. പലപ്പോഴും ക്രിസ്ത്യാനികളായ നമ്മുടെ മൗലികമായിട്ടുള്ള ആ ഒരു ദൗത്യത്തിൽ നിന്നും ഇത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ പ്രകാശം വരുത്തുക, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രകാശം വരുത്തുക, നമ്മുടെ കുടുംബാംഗങ്ങളെ ജ്വലിപ്പിക്കുക, ഇരുളുകളുടെ അന്തരീക്ഷം പ്രകാശമയമാക്കുക, നാം ജീവിക്കുന്ന സമൂഹത്തെ പ്രകാശിപ്പിക്കുക. ക്രിസ്ത്യാനി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറിപ്പോയിട്ട് ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവന്റെ സ്വന്തം ജീവിതത്തിലേക്ക് മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നഷ്ടപ്പെടുന്നത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. മറ്റുള്ളവരെ ജ്വലിച്ച് പ്രകാശിപ്പിക്കുവാനായിട്ട് നമ്മുടെ ജ്വലനം കൊണ്ട്, നമ്മുടെ യേശു ക്രിസ്തുവിൽ എടുത്തിരിക്കുന്ന പ്രകാശത്തിന്റെ കൊണ്ട് മറ്റുള്ളവരെ ജ്വലിച്ച് പ്രകാശിപ്പിക്കുവാനായിട്ട് ഞാനും നിങ്ങളും കടമ്പറ്റവരാണ്, അതിന് ബാധ്യതപ്പെട്ടവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. Let your light shine before them. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ ലോകത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് പ്രകാശം പറഞ്ഞു കൊടുക്കുക. ഞാനും നിങ്ങളും അമ്മയെ ആരാധിക്കുന്നു, അമ്മയെ ബഹുമാനിക്കുന്നു, അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ നഷ്ടമാകുന്നത് യഥാർത്ഥ ക്രൈസ്തവമായ ധർമ്മത്തിൽ നിന്നാണ് നമ്മൾ വ്യതിചലിക്കുന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ചുറ്റുപാട് ധാരാളം പ്രയാസം അനുഭവിക്കുന്നവർ, നമ്മുടെ ചുറ്റുപാട് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, രോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്, അതുപോലെ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകരുണ്ട്. എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളവർക്ക് ആശ്വാസത്തിന്റെ ഒരു കൈത്തിരി എത്തിച്ചു കൊടുക്കുന്നത്? ഞാനും നിങ്ങളും യേശുവിനെ ആരാധിക്കുന്നു. യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തവരാണ്, രോഗികൾക്ക് സൗഖ്യം കൊടുത്തവരാണ്, മരിച്ചവരെ ഉയർപ്പിച്ചവരാണ്. ആ യേശുവിനെ ആരാധിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടത്തുമ്പോൾ നമ്മളിന്ന് വളരെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിക്കുന്ന യേശു തമ്പുരാൻ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആശ്വാസത്തിന്റെ ഒരു കരം നീട്ടി കൊടുക്കുവാൻ, ആർക്കെങ്കിലും ഒരു കരം നീട്ടി കൊടുക്കുവാനായിട്ട് സാധിച്ചാൽ അത് എത്ര മനോഹരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിലെ വിശുദ്ധനായ അസീസിയുടെ അടുക്കല് ഒരു മിഷക്കാരൻ ഒരിക്കൽ വന്ന് കൈ നീട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദര, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സഹോദര എന്നുള്ള ആ വിളി കേട്ടപ്പോൾ
ആ ഭിക്ഷക്കാരൻ ആകപ്പാടെ വളരെയധികം വിഷനായി. കാരണം അദ്ദേഹത്തെ ആരും ഇതുവരെ സഹോദര എന്ന് വിളിച്ചിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിൽ നിന്നും ക്രൈസ്തവ ജനത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുന്ന പോലെ ഞാനും എന്റെ കുടുംബവും എന്നുള്ള ചിന്തയോടുകൂടി ഇന്ന് ലോകത്ത് ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്ന് ഈ അക്രമങ്ങളും അനീതികളും ഒക്കെ ഉണ്ടാകുന്നു. നമുക്കറിയാം, ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇടുക്കിയിൽ നമുക്കറിയാം വളരെ വേദനയോടുകൂടിയാണ് ഇടുക്കി നിവാസികൾ കഴിയുന്നത്. ഏത് നിമിഷവും ഒന്നും സംഭവിച്ചേക്കാം എന്ന് പേടിച്ചുകൊണ്ട് ഭവനങ്ങളിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള വിഷമത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും ഇങ്ങനെയുള്ളവരുടെ വിഷമത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും സമൂഹത്തിൽ നടമാടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും ക്രിസ്ത്യാനി മുഖമറച്ചു നിൽക്കേണ്ട കാലഘട്ടമല്ല. ഇത് ക്രിസ്ത്യാനി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറുപടി പറയേണ്ടി വരും. ഈ ലോകം 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90, ഞാൻ കഴിഞ്ഞ ആഴ്ച പുതിയ പള്ളി ചാർജ് എടുത്ത് ആദ്യം അടങ്ങിയ ഒരമ്മച്ചി 104 വയസ്സുള്ള ഒരമ്മച്ചിയാണ്. ഞാൻ ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അമ്മച്ചി 104 വയസ്സുള്ള ഒരമ്മച്ചിയാണ്. ഞാൻ അത്ഭുതം തോന്നി. അമ്മച്ചിക്ക് 104 വയസ്സ് വരെ ഇത്രയും ദൈവം തമ്പുരാൻ ആയുസ് കൊടുത്തല്ലോ. എത്രയായാലും ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90 ഇങ്ങനെ കട്ടിച്ച് ചിലർക്ക് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും. പക്ഷെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ഉണ്ടായിരിക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ? എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ സന്തോഷകരമായിട്ട് എന്തെങ്കിലും ഈ ലോകത്തിന് ചെയ്തിട്ട് പോയിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വിലമതിക്കത്തക്കതായിരിക്കും. മറ്റുള്ളവർ പ്രകാശം പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഒരു കരസ്പർശം, ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു തലോടല്, ഇങ്ങനെയൊക്കെ എത്രയോ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോക്കം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ ധർമ്മത്തിൽ നിന്ന് യഥാർത്ഥ യേശുവിന്റെ ധർമ്മത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അമ്മ ഇല്ലായ്മ കണ്ടവളാണ്. അമ്മ പറഞ്ഞു, ആദ്യത്തെ അത്ഭുതം ചെയ്ത സന്ദർഭത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മകനെ, ഇവരുടെ വീഞ്ഞ് തീർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ വെള്ളം നിറച്ചു കൊള്ളാൻ പറഞ്ഞു. അമ്മ ആർദ്രതയുള്ളവളാണ്. അമ്മ പറയുന്നു, അമ്മയുടെ നോമ്പ് ഞാനും നിങ്ങളും ആചരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ആർദ്രതയുള്ള ഹൃദയവും ആർദ്രതയുള്ള മനസ്സും നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അർച്ചനകളും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ ലോകത്തിന് ചെയ്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് നമ്മൾ അഭയം തേടുന്നത്. അമ്മ പറഞ്ഞു, അമ്മ ആദ്യം ലോകത്തിന് കാണിച്ചു വന്നതാണ്. പലരും പറയും, അമ്മയെ കുറിച്ച് എന്തിനാണ് നമ്മളെ അമ്മയുടെ മധ്യസ്ഥയിലൊക്കെ ശരണപ്പെടുന്നതൊക്കെ പലരും ചോദിക്കും. പക്ഷെങ്കിൽ അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ദൈവം തമ്പുരാൻ ആദ്യമായിട്ട് അത്ഭുതം ചെയ്യുവാനായിട്ട് അമ്മ മുഖാന്തരമായി എന്നുള്ളത് കൊണ്ട് നമ്മൾ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ പ്രയാസങ്ങളില് മറ്റുള്ളവരെ ചെയ്യുവാൻ സഹായം ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ സംഭവത്തില് മോശയും ഏലിയായും പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേരേണ്ടടുത്ത് ചേർന്നിരിക്കുക. മോശയും ഏലിയായും പഠിപ്പിക്കുന്ന പാഠം ചേരേണ്ടടുത്ത് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ചേരേണ്ടടുത്ത് ചേർന്നിരിക്കുന്നില്ല എന്നുള്ളത്. മറിച്ച് ചിലരൊക്കെ ചെന്ന് ചേരേണ്ടാത്തടത്തൊക്കെ ചെന്ന് ചേർന്നിരിക്കുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. ഉത്തമരായ സഹയാത്രികരെ കണ്ടുപിടിക്കുക സ്വല്പം പ്രയാസമുള്ള കാര്യമാണ്. എന്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്കറിയാം, കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഉത്തമരായ കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ വഴിതെറ്റിലേക്ക് കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ ഉത്തമരായി ജീവിക്കുന്നവരുമായിട്ട് സഹവാസം പുലർത്തുമ്പോൾ നമുക്ക് ഉത്തമരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഉത്തമരായ സഹയാത്രികരില്ലാത്തതിനാൽ പലപ്പോഴും നമ്മുടെ യാത്രകൾ ചെന്നെത്തുന്നത് പരാജയത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവർ, കൂലിയെടുത്ത് ആലോചനയിൽ കൂടിയുള്ള ഓരോ യാത്രയും പലപ്പോഴും നിരാശയുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് തരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തമരായ സഹയാത്രികരില്ല. ചേരേണ്ടടുത്ത് നമ്മൾ ചെന്ന് ചേരുന്നില്ല. ചേരേണ്ടടുത്ത് ചെന്ന് ചേരുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേരുക എന്നാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പഴയ ദൈവം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നോഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ്. നോഹ നിഷ്കളങ്കനും നീതിമാനുമായിരുന്നു.
പക്ഷേ നോഹയ്ക്കുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്നാണ്. ചേരേണ്ടടുത്ത് എന്ന് ചേരുക എന്ന് പറഞ്ഞാൽ മോശയും ഏലിയാവും ചേരേണ്ടടുത്ത് വന്ന് ചേർന്നു. ഞാനും നിങ്ങളും പലപ്പോഴും ചേരേണ്ടടുത്ത് എന്ന് ചേരുന്നില്ല. ചേരേണ്ടടുത്ത് ചെന്ന് ചേരുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ചേരുക, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഭൂമി മുഴുവൻ വഷളായി ദൈവകോപത്തിന് ഇരയായപ്പോൾ ദൈവം ഭൂമിയെ നശിപ്പിക്കുവാൻ നിശ്ചയിച്ചു. എന്നാൽ ദൈവത്തോട് കൂടെ നടന്ന നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കയറിയവരും രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് ദൃഷ്ടാന്തമാണല്ലോ. എന്താണ് പ്രിയപ്പെട്ടവർ ഇവിടെ തമ്പുരാൻ ചെയ്തത്? നോഹ ഉണ്ടാക്കിയ പെട്ടകത്തിൽ നോഹയും കുടുംബവും മറ്റ് ജീവജാലങ്ങളും കയറിയതിനു ശേഷം പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു എന്നാണ് പറയുന്നത്. നോഹയും കുടുംബവും ദൈവം സംരക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചവരും ആ പെട്ടകത്തിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു എന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, എന്റെയും നിങ്ങളുടെ ജീവിത യാത്രയില് നമ്മൾ യാത്ര ചെയ്യുന്ന ഓരോ പെട്ടകങ്ങളും നമ്മുടെ കൊച്ചു കുടുംബങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുണ, ദൈവം നമ്മുടെ വാതിലുകൾ അടയ്ക്കുകയും ദൈവം നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വാതിലുകൾ തുറന്നു തരികയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല അനുഗ്രഹകരമായിട്ടുള്ള അനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. 40 ദിവസം ഉണ്ടായ ജലപ്രളയത്തിൽ നോഹയും അവരോട് കൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു എന്നാണ് പറയുന്നത്. ഭൂമിയിൽ ഉണ്ടായിരുന്ന സർവ്വജീവജാലങ്ങളും അന്ന് നശിച്ചുപോയി എന്നാണ് തിരുവചനം പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, യെരൂശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചെന്ന് നമുക്കറിയാം. ആ ശിഷ്യന്മാര് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊന്നും അവർക്ക് ബോധവാന്മാരല്ലായിരുന്നു. അവിടെ യേശു ഉയർത്തെഴുന്നേറ്റു, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെയുള്ള സംവാദങ്ങളും അവിടെ വലിയ ബഹളങ്ങളും ഒക്കെ നടക്കുന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാതെ എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാര് ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. അവരെ ആ സന്ദർഭത്തിൽ യേശു തമ്പുരാൻ അവരോടൊപ്പം ചേർന്നു. യേശു തമ്പുരാൻ അവരോടൊപ്പം യാത്ര ചെയ്തു. അവർ യേശുവിനോടൊപ്പം യാത്ര ചെയ്തു. യേശു തമ്പുരാൻ ഭക്ഷണം പങ്കിട്ടപ്പോൾ അവരുടെ കണ്ണുകൾ പ്രകാശമയമായി മാറി. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന അനുഭവം. വിശുദ്ധ കുർബാന അനുഭവത്തോടുകൂടി നമ്മുടെ കണ്ണുകൾ തെളിയുകയും നമുക്ക് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളും തിരിച്ചറിവിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവിടെ നടന്ന സംഭവങ്ങളൊന്നും മനസ്സിലാക്കാതെ പോയ ശിഷ്യന്മാർ യേശു തമ്പുരാൻ ഭക്ഷണം പങ്കിട്ടവർക്ക് കൊടുത്തപ്പോൾ അവരുടെ മുഖം പ്രകാശമായി, അവരുടെ കണ്ണുകൾ പ്രകാശമായി എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദപുസ്തകം നടപ്പുകളുടെ പുസ്തകമാണ്. നടപ്പുകളുടെ പുസ്തകമാണ്. അത് വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തോടൊപ്പം കാൽവെപ്പ് നടത്തുന്നു. നിർഭാഗ്യവശാലെ ഇന്ന് പല ഭവനങ്ങളിലും, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിലും വിശുദ്ധ വേദപുസ്തകം ഒരു അലങ്കാര വസ്തുവായിട്ട് മാറിയിരിക്കുകയല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, വേദപുസ്തകം എടുക്കുകയാണെങ്കിൽ അതിന് നടുഭാഗത്ത് കുറച്ച് ചെളി കാണാം. കാരണം എന്താണ്? സങ്കീർത്തനങ്ങളെ മാത്രം നമ്മളൊന്ന് എടുത്ത് അത് വൈകിട്ട് പിശാചിനെ ഒന്ന് ഓടിക്കുവാനായിട്ട് ഏതെങ്കിലും ഒരു സങ്കീർത്തനം വായിച്ച് നമ്മുടെ കാലം കഴിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, തിരുവചനം പഠിക്കുന്നില്ല, തിരുവചനോട്ട് പഠിപ്പിക്കുന്ന തിരുവചനം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തറിയാം? ഏതെങ്കിലും ഒരു ബന്ധുക്കോസുകാരനോ അല്ലെങ്കിൽ സഭയ്ക്കീതനായിട്ടുള്ളവനോ എന്തെങ്കിലും ഒരു വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ നമുക്കറിയത്തില്ല. നമുക്ക് അതിനെക്കുറിച്ച് അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും ഇന്ന് വേദപുസ്തകം എന്ന് പറയുന്ന ഒരു അലങ്കാര വസ്തുവായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഓരോരുത്തർ തിരുവചനം വായിക്കുന്ന ഭവനങ്ങളില്, പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളില് ദൈവത്തിന്റെ കൃപ നിലനിൽക്കും. ഈ രണ്ട് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. സന്ധ്യാസമയമാകുമ്പോൾ ഭവനത്തിൽ തിരുവചനം വായിക്കണം. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ എനിക്ക് ഓർപ്പിക്കുവാനാണ്. ഞാൻ എന്നും ഓർപ്പിക്കും, 8 കൊല്ലമായിട്ട് സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് നിലയിൽ സമാജത്തിന്റെ ഏത് മീറ്റിംഗ് കൂടിയാലും ഞാൻ പറയും, സന്ധ്യ എന്ന് പറയുന്ന ഒരു സമയം വരുമ്പോൾ, പകൽ വിരമിച്ച് രാവിലേക്ക് പോകുന്ന സമയം വരുമ്പോൾ ഒരു വീട്ടമ്മയുടെ കടമയാണ് വൈകിട്ടൊരു തിരി കത്തിക്കുക എന്നുള്ളത്. പ്രകാശം വരുത്തുന്നതാണല്ലോ വീട്ടിലൊരു പ്രകാശം. ആ അമ്മയുടെ ചുമതലയാണ് ആ വീട്ടിലൊരു തിരി കത്തിച്ചു വെക്കുക. അതിനുശേഷം കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി, ഭർത്താവ് ചിലപ്പോൾ ജോലിക്കൊക്കെ പോയിരിക്കുകയായിരിക്കും, ചിലപ്പോൾ മറ്റു വിദേശത്തായിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും, ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് അവൈലബിൾ ആയിട്ടുള്ളവരെയൊക്കെ കൂട്ടിയിരുത്തി വചനം വായിക്കുക, വചന ശുശ്രൂഷ നടത്തുക, വചനത്തെ കുറിച്ച് കേൾക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, മറ്റു വലിയ തിയോളജികളൊന്നും നമുക്ക് മറ്റൊന്നും വലിയ കാര്യവും നമുക്ക് നേടേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുന്ന ഭവനം, വേദപുസ്തകം വായിക്കുന്ന ഭവനം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഭവനം, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഭവനം, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരുണ്ടാകണം. പ്രിയപ്പെട്ടവരെ,
രാത്രിയുടെ യാമങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് അനുഗ്രഹകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അനന്തര തലമുറ രക്ഷപ്പെടും. നമുക്ക് ഇന്ന് അതിനൊന്നും സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടില് ഒരാള് ആശുപത്രിയിൽ പിറ്റേ ദിവസം പോകുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അവിടുത്തെ എനിക്ക് നേരത്തെ തന്നെ അവിടുന്ന് ഒരു നിർദ്ദേശം വേറൊരാൾ തന്നു. അവിടുത്തെ അച്ഛൻ നേരത്തെ പോവുകയാണെങ്കിൽ ഒരു 6 മണിക്ക് മുമ്പൊക്കെ ചെന്ന് പ്രാർത്ഥിക്കണം. അവിടുത്തെ ആന്റി 6 മണി തൊട്ട് 10 മണി വരെ ടീമിയുടെ കീഴിലെ ആന്റിക്ക് ഇതെല്ലാം കാണണം. അതുകൊണ്ട് അച്ഛൻ നേരത്തെ ഇടണമെന്ന് ഞാൻ തന്നെ നേരത്തെ പോയി. കാരണം എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ടായിരുന്നു. ഈ പിറ്റേ ദിവസം ഓപ്പറേഷൻ ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ട ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുകൊണ്ട് ഞാൻ 5:30 തന്നെ ചെന്ന് പ്രാർത്ഥിച്ചു. 6 മണി തൊട്ട് ആന്റിമാരിങ്ങനെ ഇതിന്റെ കീഴിൽ ഇരിക്കുക. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് ഒരു വലിയ ഈ കേരളത്തിൽ നമ്മുടെ ഈ TV സീരിയലിൽ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ വളരെ കത്തി കറിഞ്ഞ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ഏത് വീട്ടിൽ ചെന്നാലും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ദിവസം ഇവിടെ നമ്മുടെ ഈ TV പവർ കട്ട് വന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരു വീട്ടിൽ ചെല്ലുമ്പം ഒരു അമ്മച്ചി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, പരിധി കെട്ടിച്ച് മകളെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് സോഫിക്ക് എന്ത് പറ്റിയത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു പേടി തോന്നി. അമ്മച്ചിയുടെ മകൾക്കും എല്ലാ കുഴപ്പം പറ്റിയതെന്താ? ഞാൻ ചോദിച്ചു, അമ്മച്ചി സോഫി ആരാ അമ്മച്ചി? അല്ലച്ചാ, ഇന്നലെ കണ്ട സീരിയലിന്റെ ബാക്കി ഇവിടെ ഇപ്പൊ കറണ്ട് കെട്ടാണ്, അതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിക്കുകയായിരുന്നു സോഫിക്ക് എന്ത് പറ്റിയെന്ന്. അവിടെ അറിയാം, അവിടെ കറണ്ട്. ഇത്രയാണ് ഒരു വ്യഗ്രതയാണ് നമുക്ക്. സോഫിക്ക് എന്ത് പറ്റി, എന്റെ മകൾക്ക് എന്ത് പറ്റിയെന്നല്ല, എന്റെ കുഞ്ഞിനെന്ത് പറ്റിയെന്നല്ല, സോഫിക്ക് എന്ത് പറ്റി. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു വലിയ പരാജയം. പലപ്പോഴും സന്ധ്യാസമയമാകുമ്പോൾ ദൈവത്തെ വിളിച്ചിരുന്ന ഭവനങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. റാന്നി, കോന്നി, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ച ഈ നമ്മുടെ നിത്യചൈതന്യതി ഒരിക്കൽ പ്രസംഗിക്കുകയുണ്ടായി. ഞാൻ റാന്നി, കോന്നി, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടെ സന്ധ്യാസമയത്ത് പലപ്പോഴും നടന്നു പോയിട്ടുണ്ട്. അന്ന് അനേകം ക്രൈസ്തവ ഭവനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഭവനങ്ങൾ കാണുന്നില്ല. ഈ പാത്താമ്പുഴത്തൂടെ കടന്നു ചെന്നാല് നമുക്കറിയാം എത്ര ക്രൈസ്തവ ഭവനങ്ങൾ വൈകിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവര്, ക്രൈസ്തവ ഭവനത്തിന് അതിൻ്റെതായിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ട്. വൈകിട്ട് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്ന ഒരു ഭവനങ്ങളെ മുറ്റിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ കൃപയുണ്ടാവും. ദൈവത്തോട് ചേർന്ന് ദൈവത്തോടൊപ്പം നിൽക്കുക, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുക. ദൈവം തമ്പുരാൻ ഉറങ്ങുന്നവനായിട്ടെങ്കിലും നസ്രായനായ യേശുവിന്റെ ദിവ്യമായ സാമീപ്യം എന്റെ നിങ്ങളുടെ ജീവിതയാത്ര പടകിലുണ്ടെങ്കിൽ ഈ പടക് ഈ കാറ്റും കോളും മുതഞ്ഞ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. പലപ്പോഴും നമുക്ക് വരുന്ന പരാജയങ്ങളെ അവിടെയാണ് പ്രിയപ്പെട്ടവര്. ദൈവത്തോടു കൂടി നമ്മൾ നടക്കുന്നില്ല, തിരുവചനം നമ്മൾ വായിക്കുന്നില്ല, സന്ധ്യാസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെ വരുന്ന വലിയ കുറവുകളൊക്കെ പറ്റിയതിനു ശേഷം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്റെ സഭയെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഇത്രയും കാലം വർഷങ്ങളായിട്ട് അപ്പനപ്പൂപ്പന്മാർ മുതൽ ഈ സഭയിൽ നിന്നിട്ടൊരു കാര്യമില്ല. അവിടെ തിരുനക്കരോട് ചെന്ന് തങ്കൂരി അടുത്തോട് ചെന്ന് അയ്യോ എന്തൊരു രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അവിടെ ചെന്നവർക്ക് എല്ലാവർക്കും ആശ്വാസം ലഭിച്ചു. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയൊരു വീട് തങ്കു വെച്ചു എന്നുള്ളത് മാത്രമാണ് ലഭിച്ചത്. ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ വീടെന്ന് പറഞ്ഞാൽ ഇന്ന് കാരാപ്പുഴയുള്ള തങ്കുവിന്റെ വീടാണ്. യാതൊരു സംശയമില്ല. പാവപ്പെട്ട സ്ത്രീകളൊക്കെ കൊണ്ടുവന്നിട്ട കാശാണ്. ഇത് അഭിനന്ദനായ യുവാനിവേഴ്സിറ്റി കാലം ചെയ്യുന്നതിന് 2 മാസം മുമ്പ് തങ്കു അവിടെ വന്നു കഴിഞ്ഞപ്പം കൊച്ചത്തിനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആരും തങ്കു ബ്രദറെ ഇവിടെ വന്നിട്ടുണ്ട്. തിരുമേനിയുടെ അടുത്ത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു, തിരുമേനി കൈവച്ച് പ്രാർത്ഥിക്കും, തിരുമേനി മുട്ടുമേൽ നിൽക്കുന്നു എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തോണം, ഫോട്ടോ എടുത്തോണം, അല്ലെ അവൻ നാളെ തിരുമേനിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വിൽക്കും, തിരുമേനിയും കൂടെ കൂട്ടി വിൽക്കും. അവൻ തിരുമേനിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. തിരുമേനി പറഞ്ഞിടാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റാണല്ലേടാ. തിരുമേനി നീ ഈ ഫ്ലെക്സ് ഒക്കെ കൊണ്ടിങ്ങനെ ഒത്തിരി വെക്കുന്നില്ല, ശരിയല്ലല്ലോടാ. അതൊന്നും ഞാൻ വെക്കുന്നൊന്നും അല്ല, ഇതൊക്കെ ഓരോരുത്തരോട് വെക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇവാനിയസ് തിരുമേനി അല്ലേ എന്തും പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഇവാനിയസ് തിരുമേനിയുടെ അടുത്ത് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമേ, പലപ്പോഴും ഞാനും നിങ്ങളും പഠിച്ചുകൊണ്ടിരുന്ന എന്റെ സഭയിലെ നമ്മുടെ സഭയിലെ ആരാധനയിലും അതിന്റെ മഹത്വത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതത്തിലുള്ള പിന്നോട്ട് മാറി കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ, നോമ്പിന്റെ അനുഭവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ, ഉപവാസത്തിന്റെ അനുഭവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് പറ്റിക്കഴിയുമ്പോൾ സഭയെ പഠിച്ചിട്ട് കാര്യമില്ല. എന്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും നമ്മുടെ പിതാക്കന്മാര് കാണിച്ച വഴികളിൽ നിന്നും പിന്മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ മറ്റിടത്ത് ഓടിപ്പോയി അവിടെ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ,
സഭ പറയുന്നു, സഭ പഠിപ്പിക്കുന്നു, നീ നോമ്പ് നോക്കണം, നീ ഉപവസിക്കണം, പ്രാർത്ഥനയാലും ഉപവാസത്താലും ജാഗരണത്താലും അല്ലാതെ ഈ ജാതി നട്ടുപോവുകയില്ല എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ഉപവസിക്കുന്നില്ല. വെള്ളിയാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് പോത്തിനെ തിന്നുന്നതിന് നമുക്ക് യാതൊരു മടിയില്ല. ക്രൈസ്തവ ഭവനങ്ങളിൽ വെള്ളിയാഴ്ച നോമ്പ് നോക്കുന്നില്ല, ബുധനാഴ്ച നോമ്പ് നോക്കുന്നില്ല, ബുധനാഴ്ച ഉപവസിക്കുന്നില്ല. നോമ്പുകൾ സന്ദർഭങ്ങളിൽ നിന്നും കൊച്ചുപിള്ളാരെ നോമ്പ് നോക്കാൻ പഠിപ്പിക്കുന്നില്ല. കൊച്ചുങ്ങളെ മുട്ട തീറ്റുന്നു, കൊച്ചുങ്ങളെ പാല് കുടിപ്പിക്കുന്നു. പിന്നെ എങ്ങനെയാണ് വളരുന്നത്? ബ്രോയിൽ കൊച്ചിങ്ങനെ വളർത്തുന്നവർ കൊച്ചുങ്ങളെ കുത്തി തീറ്റിക്കൊണ്ടിരിക്കും. കൊച്ചുങ്ങളോട് പറയണം, ഇത് നോമ്പിന്റെ കാലഘട്ടമാണ്, ഇത് നോയമ്പാണ്, ഞാനും നീയും നോമ്പ് നോക്കെങ്കിൽ മാത്രമേ ഇതിനൊക്കെ അനുഗ്രഹമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. കൊച്ചുങ്ങളെ ജോലി ചെയ്യാൻ പഠിപ്പിക്കണം. കൊച്ചു പെമ്പിള്ളാരെയൊക്കെ നല്ല ജോലി ചെയ്ത് പഠിപ്പിക്കണം. ഇതൊന്നും നമ്മുടെ അമ്മമാർക്ക് താല്പര്യമില്ല. അമ്മമാർ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾ, അയ്യോ അവള് പഠിച്ചോട്ടെ, കാപ്പി എടുത്താൻ പോലും അറിയത്തില്ല. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാപ്പി എടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്നാൽ ഇവിടെ വരുന്ന മകള് എല്ലാം പഠിച്ച, അല്ലെങ്കിൽ അമ്മയുടെ മുഖം പെട്ടെന്ന് മാറും. അമ്മ പഠിപ്പിച്ചു വിട്ട മകൾക്കൊന്നും അറിയത്തില്ല, അതിന് കുഴപ്പമില്ല അമ്മയ്ക്ക്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന മകള്, അയ്യോ ഇവിടെ ആരാ പഠിപ്പിച്ചു വിട്ടെന്ന് ചോദിക്കും. ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ഭവനത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ ഇന്ന് ശോഷിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, അതിന്റെ കാരണങ്ങൾ പ്രകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, അതിന്റെ കാരണങ്ങള് നമ്മുടെ തിരിച്ചുപോക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവത്തിന്റെ വിളി കേൾക്കുക, ദൈവത്തെ അനുസരിക്കുക. അങ്ങനെ ദൈവമയമായ മഹായോഗത്തിൽ നമുക്ക് പങ്കുകാരാകാം. അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് നടന്ന യാത്ര അനുസരണത്തിന്റെ ഒരു യാത്രയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്രഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോയത് ചുമ്മാതെ പോയതല്ല, അനുസരണത്തിന്റെ യാത്രയാണ്. വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട്, ദൈവം വിളിച്ചുകൊണ്ട് ആ വിശ്വാസത്തോടെ അനുസരണത്തോടു കൂടി യാത്ര ചെയ്തു. ദൈവം നമ്മോടൊപ്പം ഉണ്ടാകുക, ദൈവത്തോടൊപ്പം ചേർന്ന് നാം നിൽക്കുക. അങ്ങനെ നമ്മുടെ കണ്ണും മുഖവും തെളിയണം. പ്രിയപ്പെട്ടവരെ, അതാണ് ആത്യന്തികമായിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന അവസ്ഥ. അവിടെ ചെന്ന് ചേരാനും നമ്മെ കൊണ്ടു ചേർക്കാനും നമുക്ക് സാധിക്കണം. ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടെത്തുവാൻ നമ്മളെ സാധിക്കണം. നമ്മൾ കുറച്ച് പ്രാർത്ഥനകളും ഇമ്പകരമായിട്ട് ഗീതങ്ങളൊക്കെ ആരംഭിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്യന്തികമായിട്ട് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കണം. അമ്മയോടൊപ്പം യാത്ര ചെയ്ത്, അമ്മ സഹയാത്രികയായിരുന്നു. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് പറയുന്നത്, അമ്മ യേശുവിനോടൊപ്പം തന്നെ രക്ഷാകരമായ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചവളെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് അമ്മ സഹയാത്രികയായിരുന്നു. യേശുവിന്റെ രക്ഷാകരമായ പ്രവർത്തനം കണ്ട് അത് മനസ്സിലാക്കിയവളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അമ്മ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതായിട്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. പക്ഷെ അമ്മ സഹയാത്രികയായിരുന്നു. യേശുവിനോടൊപ്പം ജനനം മുതൽ, യേശുവിനെ ജനിപ്പിച്ച അന്ന്, പ്രസവിച്ച അന്ന് മുതൽ യേശുവിനോടൊപ്പം അമ്മ യാത്ര ചെയ്ത് യേശുവിന്റെ ഈ യാത്രയിലൊക്കെ സാക്ഷ്യം വഹിച്ചവളാണ്. അതുപോലെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ നോമ്പ് നോക്കുമ്പോൾ അമ്മയോടൊപ്പം യാത്ര ചെയ്ത് യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നെത്തിരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പ്രക്ഷോഭിതരാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രക്ഷോഭിക്കണം. നമ്മുടെ ജീവിത യാത്രയിൽ പ്രക്ഷോഭിക്കണമെങ്കിൽ ദൈവത്തോടൊപ്പം ചേർന്ന് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ചേരേണ്ട സന്ദർഭത്തിൽ ചേർന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്തേണ്ടടുത്ത് എത്തിയെന്ന് വരികയില്ല. ഈ ഓരോ നോമ്പും സഭ കൽപ്പിക്കുന്നത് ഒരു വലിയ യാത്രയാണ്. നമ്മുടെ നോമ്പുകളെല്ലാം ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് പുറകിലാണ് നമ്മുടെ നോമ്പുകൾ ആചരിക്കുന്നത്. ഒരു വലിയ യാത്രയാണ്. ഈ നോമ്പിന്റെ അവസാനം ചെയ്യുമ്പോൾ, ഈ 15 നോമ്പിന്റെ അവസാനം ചെയ്യുമ്പോൾ അമ്മയുടെ വാങ്ങിപ്പൂ പെരുന്നാള് നമ്മൾ ആചരിക്കാൻ പോവുകയാണ്. പത്താമൂട്ടും ദേശത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ചാപ്പലിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഭവനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ അതുപോലെ ഭംഗിയായിട്ട് അമ്മയുടെ നോമ്പ് ആചരിച്ചവരാണ്. ഈ സമയത്ത് അമ്മയോടൊപ്പം യാത്ര ചെയ്ത് നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. നല്ലവനായ ഒരു മനുഷ്യൻ മരിച്ച് ദൈവസന്നിധിയിലെത്തി. അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് ജീവിതകാലത്ത് ഒരിക്കലും വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും കർത്താവിന്റെ സന്നിധി ചെന്ന സന്ദർഭത്തിൽ കർത്താവിനെ, ഇവൻ നല്ലവനായിട്ട് ജീവിച്ചവനാണ്, പക്ഷെ ഇവന്റെ കുറവുണ്ട്, വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടില്ല. എങ്കിലും ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ചു. കർത്താവ് ചിന്തിച്ചു. കഥയാ കേട്ടോ. അപ്പൊ കർത്താവ് ചിന്തിച്ചപ്പോൾ എന്താണേലും പോംവഴി നോക്കി, വിശുദ്ധ കുർബാന കൊടുക്കണമെങ്കിൽ ഒരു അച്ഛൻ വേണമല്ലോ. ഉടനെ കർത്താവ് സ്വർഗത്തിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒറ്റനെ കാണാൻ.
ഒരച്ഛന്മാരും ഇവിടെ ഞങ്ങളൊക്കെ ബലിയൊക്കെ അർപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ സ്വർഗത്തിൽ ചെന്ന് കർത്താവ് നോക്കിയപ്പോൾ ഒരച്ഛനെയും കാണാനില്ല. താഴേക്ക് നോക്കിയപ്പോൾ നരകത്തിലേക്ക് പോകും ധാരാളം അച്ഛന്മാരവിടെ കിടക്കുന്നു. ഉടനെ പതുക്കെ ഒരുത്തരെ വിട്ട് കർത്താവ് ഇങ്ങനെ ബുക്കി എടുപ്പിക്കും. ഇവനെ ബുക്കി എടുപ്പിച്ച് സന്ദർഭത്തിൽ ബുക്ക് കൊണ്ടിരിക്കുമ്പോൾ അവൻ പതുക്കെ പിടിക്കുക, താഴെ ബിഷപ്പ് കിടപ്പുണ്ട്. പതുക്കെ എന്നെ പിടിച്ചു, താഴെ ബിഷപ്പ് കിടപ്പുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, യാത്ര നല്ല രീതിയിൽ യാത്ര ചെയ്ത് നല്ല പാതയിൽ കൂടെ മുമ്പോട്ട് പോയാൽ എത്തേണ്ടടുത്ത് എത്തും. അല്ലെങ്കിൽ നമ്മുടെ പടുകുഴിയിലായിരിക്കും എത്തുന്നത്. ഈ വലിയ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ചാപ്പലിൽ നടത്തുന്ന പ്രാർത്ഥനകളെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന വളരെ അനുഗ്രഹകരമാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മൾ ചെന്നെത്തുവാനും ദൈവത്തോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യുവാനും അമ്മയോടൊപ്പം ചേർന്ന് ദൈവസന്നിധി ചെന്നെത്തുവാനും നമ്മുടെ ഇടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ അത് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നും എന്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരം അളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രനും പരിശുദ്ധമായ സംബന്ധാവാസവും ബലഹീനരും നിസ്സാരരും ഭാവികളുമാണെങ്കിലും വിശിഷ്യ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളോടും ഈ ഭവനത്തോട് വസിക്കുന്ന അതിൻ്റെ പ്രിയപ്പെട്ട മക്കളോടും ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങളും ആഗ്രഹങ്ങളോടും നടക്കുവാനിരിക്കുന്ന പെരുന്നാളിനോടും എപ്പോഴും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ.